തിരുവനന്തപുരം കരമനയിൽ യുവാവിനെ കൊലപ്പെടുത്തിയ കേസിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായി സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുഡൻ. 8 പേർ കൂടി അറസ്റ്റിലാകാനുണ്ട്. അന്വേഷണത്തിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നും കമ്മീഷണർ പറഞ്ഞു. ആന്റി സോഷ്യൽ ഗ്യാങ് ആണ് ആൻഡ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 കേസസ് ഉണ്ട്. ഈ മർഡറിന് മുമ്പ് ഒരു ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു, ചെറിയ സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ കൊലപാതകം നടന്നത്. ഇപ്പോൾ കേസ് ഈസ് ഇൻ എ വെരി പ്രിലിമിനറി സ്റ്റേജ്. അത് ഇൻവെസ്റ്റിഗേഷൻ ഇതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ റീസൺസ് ഉണ്ടെങ്കിൽ നമ്മുടെ അന്വേഷണത്തെ നമ്മൾ കണ്ടുപിടിക്കാം. ഈ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷന് ശേഷം വാട്ട് എവർ അതിന് കണക്റ്റഡുള്ള ആളുണ്ട്, വി ഹാഡ് ബീൻ ഇൻവെസ്റ്റിഗേറ്റിംഗ്, വി വെർ എൻക്വയറിംഗ്. കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ പകർത്തി യുവതിക്ക് അയച്ചു കൊടുത്തതായി പോലീസ് സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, അന്വേഷണം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്? പുറത്തുവരുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. സംഭവം നടന്ന 2ാം ദിവസം കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നവരുടെ എണ്ണം 5 ആയി. ഇനി 8 പേരെ കൂടി പിടികൂടാനുണ്ട് എന്നാണ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കിരൺ കൃഷ്ണൻ, മുഹമ്മദ് റോഷൻ എന്നിവരാണ് പിടിയിലായത്. ഇന്ന് അരുൺ ബാബു, അഭിലാഷ് കാർത്തിക് എന്നിവരുടെ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ്, കൃത്യത്തിൽ പങ്കെടുത്തവരാണ് ഇവർ. ഇതോടൊപ്പം തന്നെ 2 പ്രതികൾ ചെന്നൈയിലേക്ക് കടന്നതായി നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തി. ഒരു അന്വേഷണ സംഘത്തിന്റെ ഒരു ടീം ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ മുഴുവൻ പേരെയും പിടികൂടാനാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. മറ്റൊരു കാര്യം, ഈ കേസിൽ ഉൾപ്പെട്ട 2 സംഘങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഈ 2 സംഘങ്ങൾക്കും ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നാണ് ഇപ്പോൾ കമ്മീഷണർ പറയുന്നത്. നേരത്തെ